മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. 3 ഡ്രൈവർ നോട്ടിഫിക്കേഷനാണ് ഇതാ വന്നേക്കുന്നത്. അതിൽ 2 ഓൾറെഡി വന്നിട്ടുണ്ട്, ഇനി 1 വരാൻ കിടക്കുകയാണ്. പോലീസ് ഡ്രൈവർ നോട്ടിഫിക്കേഷൻ വന്നു, ഫയർമാൻ ഡ്രൈവർ നോട്ടിഫിക്കേഷൻ വന്നു, ഇനി അത് കഴിഞ്ഞടുത്ത ഫോറസ്റ്റ് ഡ്രൈവർ നോട്ടിഫിക്കേഷൻ ഇതാ വരാൻ പോവുകയാണ്. അപ്പോൾ മക്കളെ, നിങ്ങൾ അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്നൊന്ന് അപ്ലൈ ചെയ്തേക്കാം. കാര്യം CPO ഡ്രൈവർ, പോലീസ് ഡ്രൈവറുടെ ലാസ്റ്റ് ഡേറ്റ്, അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ ജനുവരി 1 അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അതായത് എനിക്കറിയാം ഒരുപാട് പേര് ഈ നോട്ടിഫിക്കേഷൻ അറിഞ്ഞിട്ട് പോലുമില്ല. പ്രത്യേകിച്ച് ഈ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഈ നോട്ടിഫിക്കേഷനൊക്കെ അറിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാലൊക്കെ പഠിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ. പക്ഷേ ഒരുപാട് ആൾക്കാർ പുറത്തിങ്ങനെ നിൽക്കുകയാണ്. അതായത് പ്രൈവറ്റ് ബസ് ഓടിക്കുന്നവരായിക്കോട്ടെ, അത് കഴിഞ്ഞ് സ്വിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, ടിപ്പർ ഓടിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, അല്ലാതെ ഈ ലൈസൻസ് എടുത്ത ആൾക്കാരായിക്കോട്ടെ, ഇത് കുറേ പേര് അറിഞ്ഞിട്ടില്ല. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ബാക്കിയെല്ലാം എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് അറിയിച്ചേക്കുക. അല്ലാതെ എൻ്റെ കോമ്പറ്റീഷൻ കൂടും അങ്ങനെ പറഞ്ഞ് അറിയിക്കാതിരിക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ബാക്കി ഒരുപാട് ആൾക്കാർ ഇതിപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഈ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്തേക്കുക, ഒന്ന് അറിയിച്ചേക്കുക. കാര്യം എല്ലാവരുടെയും സ്വപ്നമാണ്, അവരുടെയൊക്കെ ജീവിതം എന്ത് ചെയ്യും, മറ്റൊരു തലത്തിലേക്ക് ഇതങ്ങ് മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോലീസ് നോട്ടിഫിക്കേഷനാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് പോലീസ് ഡ്രൈവർ നോട്ടിഫിക്കേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരൊറ്റ സെഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഇതിൻ്റെ സിലബസ് വരുന്നത്. ഈ സിലബസ് മനസ്സിലാക്കിയാൽ നിങ്ങളെ കൊണ്ട് പറ്റുമോ ഇല്ലയോ, സിമ്പിളായിട്ട് നമുക്ക് നേടിയെടുക്കാൻ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ കിട്ടത്തില്ല, ഒരു എഫേർട്ട് കൊടുത്താൽ എന്ത് ചെയ്യാം, ഉറപ്പായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. അതിന് മുമ്പായിട്ട് മറക്കണ്ട, പോലീസ് ഡ്രൈവർ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ ജനുവരി 1 ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, ഇപ്പൊ കാറ്റഗറി നമ്പർ എത്രയാണ്, 427/2024 ഇതിന്റെ കാറ്റഗറി നമ്പർ. ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 1/1/2025 ലാസ്റ്റ് ഡേറ്റ്, ജനുവരി 1. ഓക്കെ, അത് കഴിഞ്ഞ ഡിപ്പാർട്ട്മെന്റ് കേരള പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ. ആണുങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും, പെൺകുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഏജ് ലിമിറ്റ്, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പറയാം. സാലറി 31,100 മുതൽ 66,800 രൂപ വരെയാണ് സാലറി വരുന്നത്. വേക്കൻസി ആണെങ്കിലോ ആന്റിസിപ്പേറ്റഡ് ആണ്. അതായത് ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് മുതലുള്ള എല്ലാ വേക്കൻസിയും ഈ റാങ്ക് ലിസ്റ്റിനകത്താണ് എന്ത് ചെയ്യുന്നത്, ഫില്ലായി പോകുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഒരു ഡ്രൈവർ നോട്ടിഫിക്കേഷൻ ആണ്. വിഷൻ പ്രശ്നമുള്ളവർക്കോ കാഴ്ചശക്തി പ്രശ്നമുള്ളവർക്കോ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ദെൻ ഏജ് ലിമിറ്റ് 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. എന്ന് വെച്ചാൽ 2/1/1996 1/1/2004 ഇടയ്ക്ക് ജനിച്ച ആൾക്കാർക്കെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, 20 മുതൽ 28 വരെ, 2/1/1996 1/1/2004 ഇടയ്ക്ക് ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. OBC ആണെങ്കിൽ 3 വർഷം ഇളവുണ്ട്. അതായത് OBCക്ക് എത്ര വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും, 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. SC/ST നമ്മൾ നോക്കുകയാണെങ്കിൽ SC/STക്ക് 5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്, 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതേസമയം നിങ്ങൾ ഒരു എക്സ് സർവീസ് മാൻ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് 41 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഏജ് ലിമിറ്റ് വരുന്നത്. സാലറിയുടെ സ്കെയിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ +2 ആണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കണ്ടായിരുന്നു, വെറും +2 മാത്രം മതി. മാത്രമല്ല വെറും +2 അല്ല, +2 എടുക്കാൻ എന്തുണ്ട്, പാടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ അടുത്ത് ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഹെവി ലൈസൻസും ബാഡ്ജും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതായത് ഇനി എനിക്ക് ബാഡ്ജ് എടുത്താൽ മതിയോ, പറ്റത്തില്ല. ഇനി എനിക്ക് ലൈസൻസ് എടുത്താൽ മതിയോ, പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം, നിങ്ങൾക്ക് ഹെവി ലൈസൻസും ബാഡ്ജും ഉണ്ടായിരിക്കണം. അത് കമ്പൽസറി ആണ്, മാൻഡേറ്ററി ആണ്. ദെൻ അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ അടുത്ത് മാത്രമല്ല, വെരിഫിക്കേഷൻ സമയത്തും ഇതെന്തായിരിക്കണം, വാലിഡ് ആയിരിക്കണം. അത് മറക്കണ്ട കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ അടുത്ത് ഇത്രയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. പിന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 168 സെന്റിമീറ്റർ ഉയരവും, ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 157 സെന്റിമീറ്റർ ഉയരവും ഉണ്ടായിരിക്കണം. മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 81 സെന്റിമീറ്റർ നിങ്ങൾക്ക് ചെസ്റ്റ് അളവ് ഉണ്ടായിരിക്കണം. മാത്രമല്ല 5 സെന്റിമീറ്റർ നിങ്ങൾക്ക് വികസിപ്പിക്കാനും എന്ത് ചെയ്യണം, പറ്റണം. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് SC/ST ആണെങ്കിൽ 161 സെന്റിമീറ്റർ ഹൈറ്റ് മതിയാകും, 76 സെന്റിമീറ്റർ നെഞ്ചളവ് മതിയാകും. പക്ഷെ 5 സെന്റിമീറ്റർ എന്ത് ചെയ്യണം, വികസിപ്പിക്കാൻ പറ്റണം. ഇത്
ഇത് വനിതകൾക്ക് ഈ ചെസ്റ്റിന്റെ എക്സ്പാൻഷൻ ബാക്കി അതിന്റെ അളവ് എന്തല്ല ബാധകമല്ല, അതുകൊണ്ടൊന്ന് ഓർത്തിരുന്നു കേട്ടോ. പിന്നെ ഫ്ലാറ്റ് ഫുട്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വിഷനൊക്കെ എന്തായിരിക്കണം, പ്രോപ്പർ ആയിരിക്കണം വിഷനും ബാക്കിയെല്ലാം. കാഴ്ചശക്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെക്സ് വെക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. വിഷൻ പ്രോബ്ലം ഉള്ളവർക്ക് അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവർക്കും തന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. അതായത് എന്താണ് ഇതിന്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും ബാക്കിയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിലേക്ക് നമുക്ക് പോവാം. ഇവിടെ പറയുന്നുണ്ട്, നിങ്ങൾ മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 100 മീറ്റർ റൺ 15 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. 100 മീറ്റർ ഓട്ടർ 15 സെക്കൻഡ്. ഹൈ ജമ്പ് ആണെങ്കിൽ 120 സെന്റിമീറ്റർ ആണ്. ലോങ് ജമ്പ് ആണെങ്കിൽ 350 സെന്റിമീറ്റർ. പുട്ടിംഗ് ദ ഷോട്ട് 600 സെന്റിമീറ്റർ. ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ ആണെങ്കിൽ 5000 സെന്റിമീറ്റർ. റോപ്പ് ക്ലൈംബിംഗ് ഒരു കൈ കൊണ്ട് ഒള്ളി ഹാൻഡ് 2 കൈ കൊണ്ട്, ഒരു ഹാൻഡ് എങ്ങനെ കയറുന്നത്, ഓക്കെ, 2 കൈ കൊണ്ട് 365.8 സെന്റിമീറ്റർ ആയിരിക്കണം. ദെൻ പുള്ളപ്പ് ഓർ ചിന്നിങ് ആണെങ്കിൽ 8 ടൈംസ്. ദെൻ 1500 മീറ്റർ ഓട്ടം 6 മിനിറ്റ് 30 സെക്കൻഡും കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റണം. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾ ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 100 മീറ്റർ ഓട്ടം 18 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റണം. ഹൈ ജമ്പ് ആണെങ്കിൽ 90 സെന്റിമീറ്റർ ആണ്. ലോങ് ജമ്പ് ആണെങ്കിൽ 250 സെന്റിമീറ്റർ. പുട്ടിംഗ് ദ ഷോട്ട് ഓഫ് 4 കിലോഗ്രാം 450 സെന്റിമീറ്റർ. 4 കിലോഗ്രാം ഭാരമുള്ള ഷോട്ട് 450 സെന്റിമീറ്റർ എറിയാൻ പറ്റണം. ദെൻ ത്രോയിങ് ദ ത്രോ ബോൾ 14 മീറ്റർ എറിയാൻ പറ്റണം. ഷട്ടിൽ റേസ് ആണെങ്കിൽ 25x4 മീറ്റർ 26 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യണം. പിന്നെ സ്കിപ്പിംഗ് ആണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് 80 സമയം നിങ്ങൾ എന്ത് ചെയ്യണം, 80 എണ്ണം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഇത്രയുമാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് നമുക്ക് വേണ്ടത്. ഇനി ഇതിന്റെ നേരെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസിലേക്ക് നമുക്ക് പോവാം. 2023 വന്ന നോട്ടിഫിക്കേഷനകത്ത് ഇതിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് സ്പെഷ്യൽ ടോപ്പിക്കിൽ ചെറിയൊരു മാറ്റം ഉണ്ടാകും. PSC സിലബസ് തരുമ്പോൾ തന്നെ, അതായത് ഇപ്പൊ നമുക്കറിയാം എന്തായി, ഇപ്പൊ എല്ലാം BNS ആയിട്ട് മാറി, എവിഡൻസ് ആക്ട് ഒക്കെ എന്ത് ചെയ്തു മാറി, അത് കഴിഞ്ഞ് IPC എന്ത് ചെയ്തു മാറി. ആ ഒരു മാറ്റം മാത്രം ഈ പുതിയ സിലബസിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇത് കഴിഞ്ഞ ഡ്രൈവർ നോട്ടിഫിക്കേഷന്റെ സിലബസ് ആണ്. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ പുതിയ നോട്ടിഫിക്കേഷനും അതിന്റെ സിലബസും ഇട്ടേക്കാം. ആർക്കെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ ഒന്ന് ജോയിൻ ചെയ്തേക്കാം. അപ്പൊ ഇവിടെ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററി എത്ര മാർക്കാണ്, ഹിസ്റ്ററി വന്നിട്ട് എത്ര മാർക്കാ, ഹിസ്റ്ററി ആണെങ്കിലോ 4 മാർക്കാണ് ഹിസ്റ്ററി. ജോഗ്രഫി ആണെങ്കിൽ 4 മാർക്കാണ്. എക്കണോമിക്സ് വന്നിട്ട് 4 മാർക്ക്. ഇന്ത്യൻ ഭരണഘടന 6 മാർക്കാണ്. ദെൻ കേരളം ഭരണ സംവിധാനം 2 മാർക്ക്. ബയോളജി ആണെങ്കിൽ 3 മാർക്കാണ്. ഫിസിക്സ് വന്നിട്ട് 2 മാർക്ക്. കെമിസ്ട്രി 2 മാർക്ക്. ദെൻ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ 3 മാർക്കാണ്. കറണ്ട് അഫയേഴ്സ് വന്നിട്ട് 10 മാർക്കാണ് കറണ്ട് അഫയേഴ്സിന് വരുന്നത്. ദെൻ മാത്സ് 10 മാർക്ക്. മാക്സിമം റീസണിങ് കൂടെ ചേർത്തിട്ട് 10 മാർക്ക്. പിന്നെ സ്പെഷ്യൽ ടോപ്പിക് വന്നത്, സ്പെഷ്യൽ ടോപ്പിക് എന്ന് വെച്ചാൽ ഇനി പുതിയ സിലബസ് അതിനകത്ത് വരാനുണ്ട്. BNSും എവിഡൻസ് ആക്ട് ഒക്കെ എന്ത് ചെയ്യാനുണ്ട്, വരാനുണ്ട്. എവിഡൻസ് ആക്ട് ഒക്കെ മാറിയായിരുന്നു, അതിന്റെ പുതിയ സാധനം എന്ത് ചെയ്യാനുണ്ട്, വരാനുണ്ട്. അപ്പൊ 20 മാർക്ക് മാത്രമേ എന്തുള്ളൂ, പുതിയ സിലബസ് വരാനുള്ളൂ. ബാക്കി ഫുൾ സിലബസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി തന്നിട്ടുണ്ട്. പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എത്ര മാർക്കാണ്, 30 മാർക്കാണ്. ഡ്രൈവിംഗ് ലൈസൻസും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് 30 മാർക്കാണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ സിലബസ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ഇതിനകത്ത് നിങ്ങൾ ഒരുപാട് ആൾക്കാർ, പുറത്ത് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ എന്ന് വെച്ചാൽ PSC ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് പാട് GK ആണ്. പക്ഷേ ഇവിടെ സിലബസ് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ ഇതിനകത്ത് 60 മാർക്ക് ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈസി അല്ല, പഠിച്ചാലേ കിട്ടത്തുള്ളൂ. അതായത് മേഖല നോക്കുക. 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് ഏതാണ്, BNSും ദെൻ എവിഡൻസ് ആക്ട്, പോലീസ് ആക്ട്, അതൊക്കെയാണ്. ദെൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ 30 മാർക്ക് ഡ്രൈവിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ, ബാക്കിയെല്ലാം 30 മാർക്ക് വരും. ദെൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് 10 മാർക്ക് കറണ്ട് അഫയേഴ്സ് ആണ്. എല്ലാ ദിവസവും ഒരു 15 ക്വസ്റ്റ്യൻസ് വെച്ച് കറണ്ട് അഫയേഴ്സ് പ്രാക്ടീസ് ചെയ്ത് പോയാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഡ്രൈവറുടെ സ്പെഷ്യൽ ടോപ്പിക് ആണെങ്കിൽ 30 മാർക്ക്. ദെൻ അത് കഴിഞ്ഞ പോലീസിന്റെ സ്പെഷ്യൽ ടോപ്പിക് ആണെങ്കിൽ 20 മാർക്ക്. 10 മാർക്ക് കറണ്ട് അഫയേഴ്സ് ആണ്. ഇപ്പൊ തന്നെ ഇവിടെ എത്ര മാർക്കായിട്ട് മാറി, 60 മാർക്കായിട്ട് മാറി അല്ലെ. വലിയൊരു മാർക്ക് അവിടെ തന്നെയുണ്ട്. ബാക്കി GK ആണ്. അവിടെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകൾ മാത്രം പഠിച്ചാലേ മതി. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ജോലി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്രാക്ക് ചെയ്യാം. ഈ എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്രാക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്തേക്കാം, മറക്കണ്ട. ഇത് ചിലപ്പോൾ ഇത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനമായിരിക്കും. എനിക്ക് പറ്റത്തില്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിലും ജസ്റ്റ് ഒരു അക്ഷയയിലോട്ട് പോയാൽ മതി. 10 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും, പരിപാടി അങ്ങ് തീരും. ഒന്ന് അപ്ലൈ ചെയ്തേക്കുക, എന്നിട്ട് ഒന്ന് പഠിച്ചു തുടങ്ങാം. ഈ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ജോലി ചിലപ്പോൾ നമ്മുടെ ലൈഫ് തന്നെ എന്ത് ചെയ്യാം, മൊത്തത്തിലങ്ങ് മാറ്റാം. ഇനി മറ്റൊരു കാര്യം, നമ്മൾ സൂപ്പർ നോട്ട്സ് ഡ്രൈവിങ്ങിൻ്റെ ഒരു സ്പെഷ്യൽ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് 3 കൂടെ ചേർത്തിട്ട്, മീൻസ് പോലീസ് ഡ്രൈവർ, അത് കഴിഞ്ഞ ഫയർമാൻ ഡ്രൈവർ, പിന്നെ അത് കഴിഞ്ഞ് ഫോറസ്റ്റ് ഡ്രൈവർ, അങ്ങനെ 3
എക്സാംസിനും കൂടെ ചേർത്തിട്ട് ഒരൊറ്റ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ പോലീസ് ഡ്രൈവർ അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും, ഫയർമാൻ ഡ്രൈവർ എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. അവർക്കെല്ലാം തന്നെ ഫോറസ്റ്റ് ഡ്രൈവറും എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോന്നും സ്പെഷ്യൽ ടോപ്പിക്ക് ബാക്കിയെല്ലാം നിങ്ങൾ ഓരോ ബാച്ചിലൊന്നും ജോയിൻ ചെയ്യേണ്ട. നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരൊറ്റ ബാച്ചിൽ, ഡ്രൈവർ ബാച്ചിൽ ജോലി ചെയ്താൽ, സാരഥി ബാച്ചിൽ ജോലി ചെയ്താൽ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മൾ അതിനകത്ത് സെപ്പറേറ്റ് നമ്മൾ തരും. അപ്പോൾ ഒരുപാട് കാശൊന്നും അതിനെത്തിയാൽ ആവത്തില്ല. ഒറ്റ ബാച്ചിൽ എല്ലാ എക്സാമും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പഠിക്കാം. അതും ഏറ്റവും മികച്ച ക്ലാസ്. അതാണ് നമ്മൾ പ്രോമിസ് ചെയ്യുന്നത്. നമ്മുടെ ഫാക്കൽറ്റി ടീം നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഫാക്കൽറ്റി ടീം അറിയാം. കേരളത്തിലെ ഏറ്റവും മികച്ച സൂപ്പർ ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ് എന്ത് ചെയ്യുന്നത്? ക്ലാസ് മൊത്തം ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മുടെ മെറ്റീരിയൽസും ആ ഒരു ക്വാളിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം. മറക്കണ്ട, ലാസ്റ്റ് ഡേറ്റ് January 1 അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, സോ താഴെ കമന്റ് ബോക്സിൽ ഞാനൊരു ഗൂഗിൾ ഫോം കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊന്ന് ഫില്ല് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം. അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ അസിസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്താലും മതി. അപ്പോൾ പ്രിപ്പറേഷൻ നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. ഒരു 6 മാസം നമ്മളൊന്ന് മാറ്റി വെച്ചാൽ നമ്മുടെയൊക്കെ ലൈഫ് മൊത്തം അങ്ങ് മാറും. സോ ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.